റഷ്യയിൽ നിന്ന് തന്നെ ഇന്ത്യ ഇനിയും എണ്ണ വാങ്ങും. ട്രംപ് എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ തീരുവ ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിച്ചാലും മോദി സർക്കാർ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് ഇതുവരെ BJP പോലും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന മറ്റ് ലോകരാജ്യങ്ങളിൽ ചെന്നിരുന്ന ഇന്ത്യയെക്കുറിച്ച് കുറ്റം പറയുന്ന BJP വിരുദ്ധത പ്രകടിപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പോലും ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ ചതി. ഇതോടെ അമേരിക്കയ്ക്കെതിരെ ഇന്ത്യ ഒരുമിച്ച് നീങ്ങുമെന്ന വിലയിരുത്തൽ ഉയരുകയാണ്. നേരത്തെ ഇന്ത്യയെ നിർജീവ സമ്പദ് വ്യവസ്ഥയെന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വിശേഷിപ്പിച്ചതിനെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പിന്തുണച്ചിരുന്നു. ഇതേറെ വിവാദമായി. എന്നാൽ ഇന്ത്യയെ തളർത്താൻ കൂടുതൽ പ്രതികാര ചുങ്കവുമായി ട്രംപ് വരുമ്പോൾ രാഹുലും ചതി മനസ്സിലാക്കുന്നു. ഇന്ത്യക്ക് നേരെ അതീവ പകരം തീരുവ ചുമത്തിയ US നീക്കത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത് രാജ്യ താൽപര്യങ്ങൾ കൂടി ഉയർത്തിപ്പിടിച്ചാണ്. നടപടി അമേരിക്ക ഇന്ത്യക്ക് മേൽ നടത്തുന്ന സാമ്പത്തിക ബ്ലാക്ക് മെയിലിംഗ് ആണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബലഹീനത ഇന്ത്യയിലെ ജനങ്ങളുടെ താൽപര്യങ്ങളെ ബാധിക്കുന്ന തരത്തിലാകരുതെന്നും രാഹുൽ എക്സിൽ കുറിച്ചു. മോദിയെ കുറ്റം പറയുമ്പോഴും അമേരിക്കയെ രാഹുൽ തള്ളിപ്പറഞ്ഞു. കടുത്ത നടപടിയിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാരിന് ഇതിലൂടെ കഴിയും. അമേരിക്കയെ തള്ളിപ്പറയുമ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അപഹസിച്ചത് ഇരട്ടത്താപ്പാണെന്ന വാദവും ഉയരുന്നുണ്ട്. പഹൽഗാം അടക്കമുള്ള വിഷയങ്ങളിലെ കോൺഗ്രസ് നിലപാട് ഏറെ ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ നിർജീവ സമ്പദ് വ്യവസ്ഥ എന്ന പരാമർശത്തെയും രാഹുൽ പിന്തുണച്ചത്. എന്നാൽ തീരുവ 50% മറ്റൊരു തലത്തിൽ രാഹുൽ കണ്ടു. അമേരിക്ക ഇന്ത്യയോട് കാണിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് പുതിയ വ്യാപാര പങ്കാളികളെ ഇന്ത്യ കണ്ടെത്തേണ്ടതുണ്ട് എന്നും ശശി തരൂറും വ്യക്തമാക്കി. യുറേനിയം, പലേഡിയം എന്നിവ അമേരിക്ക റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ചൈനക്കാർ നമ്മളെക്കാൾ കൂടുതൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നവരാണ്. പക്ഷേ ചൈനക്കാർക്ക് 90 ദിവസത്തെ ഇടവേള അവർ നൽകിയിട്ടുണ്ട്. അമേരിക്ക നമ്മുടെ രാജ്യത്തോട് നല്ല സൗഹൃദം പുലർത്തുന്നവരാണെന്ന് കരുതിയത്. എന്നാൽ അവർ ചെയ്തത് സൗഹൃദപരമായ പ്രവൃത്തിയല്ല. ഈ അനുഭവത്തിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കേണ്ടതുണ്ട് എന്നാണ് തരൂർ പറയുന്നത്. അതായത് രാജ്യ താൽപര്യ വിഷയത്തിൽ ഇന്ത്യൻ സർക്കാരിനെ എല്ലാ അർത്ഥത്തിലും തരൂർ പിന്തുണയ്ക്കുന്നു. കുത്തുവാക്കുകൾ മാറ്റിവെച്ച് രാഹുൽ ഗാന്ധിയും ഈ തരൂർ രീതിയിലേക്ക് എത്തിയാൽ അമേരിക്കയെ നിലയ്ക്ക് നിർത്താൻ ഇന്ത്യക്ക് കഴിയും. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടരുന്നതിന് മറുപടിയായാണ് ഇന്ത്യക്ക് പകരം തീരുവ അമേരിക്ക കുത്തനെ ഉയർത്തിയത്. ഇന്ത്യക്ക് 25% അധികം തീരുവ ചുമത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചിരുന്നു. ഇതോടെ ഇന്ത്യക്കെതിരെ 50% പകരം തീരുവ ചുമത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ സർക്കാർ നിലവിൽ നേരിട്ടോ അല്ലാതെയോ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തുവെന്ന് കണ്ടെത്തിയതായി ട്രംപ് ഉത്തരവിൽ പറയുന്നു. 21 ദിവസത്തിനുള്ളിൽ പുതിയ തീരുവ പ്രാബല്യത്തിൽ വരും. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുവാനുള്ള രാജ്യങ്ങളെ ശിക്ഷിക്കുമെന്ന ട്രംപിന്റെ ഭീഷണി തുടരുന്നുവെന്നാണ് ഈ നടപടി സൂചിപ്പിക്കുന്നത്. എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ തീരുമാനം പുനഃപരിശോധിക്കാമെന്ന് ട്രംപ് പറയുന്നു. ഇതിനെയാണ് ബ്ലാക്ക് മെയിലിംഗ് എന്ന് രാഹുൽ വിളിക്കുന്നത്. ഇന്ത്യയോടുള്ള ഈ ഇരട്ടത്താപ്പ് തകർക്കാൻ മോദി സർക്കാരിന് എല്ലാവിധ പിന്തുണയും രാഹുൽ നൽകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. അതിനിടെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തില്ലെന്ന് ഇന്ത്യ വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ബലഹീനതയില്ലാത്ത ഇന്ത്യൻ നിലപാടാണ് എന്നതാണ് വസ്തുത. ഇന്ത്യക്ക് 25% അധികം തീരുവ പ്രഖ്യാപിച്ചുള്ള ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതിന് പിന്നാലെ വിമർശനവും ശക്തമാണ്. ഇന്ത്യക്കുള്ള തീരുവ ഇരട്ടിയാക്കിയ ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പിഴ കൂടി ഈടാക്കുന്ന ഉത്തരവിലാണ് ഒപ്പിട്ടത്. ഇതോടെ ആകെ തീരുവ 50%-ആയി ഉയർത്തി. 3 ആഴ്ചയ്ക്ക് ശേഷം പ്രാബല്യത്തിൽ വരുന്ന നിലയിലാണ് ട്രംപിന്റെ ഉത്തരവ്. ട്രംപിൻ്റേത് അന്യായവും ദൗർഭാഗ്യകരവുമായ നടപടിയെന്ന വിമർശനവും ഇതിനകം ശക്തമായിട്ടുണ്ട്. ട്രംപിൻ്റേത് ഇരട്ടത്താപ്പാണ് എന്ന വിമർശനമാണ് ഉയരുന്നത്. ചൈനയ്ക്ക് 90 ദിവസത്തെ സമയമാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. ഇന്ത്യക്കാൾ കൂടുതൽ റഷ്യ എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ചൈന. ഇതടക്കം ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം ശക്തമാവുന്നത്. താരിഫ് വിഷയത്തിൽ ഇന്ത്യക്കും US-നും ഇടയിലെ തർക്കം പുതിയ മാനങ്ങളിലേക്ക് നീങ്ങുകയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാണ് നേരത്തെ പ്രഖ്യാപിച്ച 25%-ന് പുറമെ ഈ പിഴ കൂടി ട്രംപ് പ്രഖ്യാപിച്ചത്. നേരത്തെ 25% നികുതി ഇന്ത്യക്ക് ഈടാക്കാനാണ് ട്രംപ് നിശ്ചയിച്ചത്. വ്യാപാര കരാറിൽ ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്യാത്തതുകൊണ്ടായിരുന്നു ട്രംപ് 25% തീരുവ ഏർപ്പെടുത്തിയത്. ഇത് 50 ഉയർത്തുന്നുവെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. 3 ആഴ്ചയ്ക്ക് ശേഷമാകും ഈ പിഴ ഈടാക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിവെക്കാനാണ് ഈ 3 ആഴ്ച ട്രംപ് നൽകിയിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ഇന്ത്യ റഷ്യയ്ക്ക് യുദ്ധം ചെയ്യാനുള്ള ഇന്ധനം നൽകുന്നു എന്ന് ട്രംപ് വാദിച്ചിരുന്നു. ട്രംപിന്റെ ഈ നീക്കം ഇന്ത്യയിലെ IT, ടെക്സ്റ്റൈൽ തുടങ്ങി പല മേഖലകൾക്കും തിരിച്ചടിയാകും. മറ്റ് പല രാജ്യങ്ങളും
റഷ്യയിൽ നിന്ന് ഇറക്കുമതി നടത്തുന്നു എന്ന സൂചനയും ഇന്ത്യയുടെ പ്രസ്താവനയിലുണ്ട്. ഇന്ത്യ-US ബന്ധത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നതാണ് ട്രംപിന്റെ നീക്കം. എന്നാൽ US-ഉമായുള്ള ചർച്ചകളിൽ നിന്ന് സർക്കാർ പിന്മാറാൻ സാധ്യതയില്ല. വ്യാപാര കരാറിലെ ചർച്ചകൾക്ക് US ഉദ്യോഗസ്ഥർ ഈ മാസം ഇന്ത്യയിലെത്തുന്നത് ഇതുവരെ റദ്ദാക്കിയിട്ടില്ല. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിലെത്തി ചർച്ചകൾ നടത്തിയിരുന്നു. ട്രംപിന്റെ നീക്കത്തെ കരുതലോടെ നേരിടുമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. എന്തായാലും ഈ തീരുവ പ്രകാരം സർക്കാരിന് മേലുള്ള രാഷ്ട്രീയ സമ്മർദ്ദവും ശക്തമാക്കുകയാണ്. അതിനിടെ ചൈനയിലേക്ക് പ്രധാനമന്ത്രി മോദി പോകുന്നുണ്ട്. അമേരിക്കൻ നിലപാട് പരിഗണിച്ച പുതിയ നീക്കങ്ങൾ ഇന്ത്യ തയ്യാറാകുന്നുവെന്നാണ് സൂചന. ജൂലൈ 30-നാണ് ഇന്ത്യയിൽ നിന്ന് US-ലേക്ക് കയറ്റി അയക്കുന്ന ചരക്കുകൾക്ക് 25% തീരുവ ചുമത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ ആദ്യ പ്രഖ്യാപനം ഉണ്ടായത്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് പിഴച്ചുങ്കം ചുമത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. യുക്രൈനിലെ കൂട്ടക്കൊല നിർത്താൻ എല്ലാവരും ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ പോലും റഷ്യയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ ഇന്ധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തിയിരുന്നു. ചർച്ചയിലൂടെ US-ഉമായി വ്യാപാര കരാർ ഉണ്ടാക്കിയാൽ തീരുവ ഇളവ് എന്നായിരുന്നു ട്രംപിന്റെ നിലപാട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയും US-ഉം വ്യാപാര ചർച്ച ഊർജിതമാക്കിയിരുന്നു. എന്നാൽ ക്ഷീര കാർഷിക വിപണികൾ US-ന് തുറന്നു നൽകുന്നതിന് ഇന്ത്യ വിസമ്മതിച്ചതോടെ ചർച്ച പ്രതിസന്ധിയിലായിരുന്നു. ഇതേ തുടർന്ന് തീരുവ ഉയർത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ ആദ്യ പ്രഖ്യാപനം ഉണ്ടായത്. ഇന്ത്യ നിലപാടിൽ ഉറച്ചു നിന്നതോടെയാണ് ഇതിപ്പോൾ 50% ഉയർത്തിയത്. അമേരിക്ക ഏറ്റവും കൂടുതൽ നികുതി ചുമത്തിയത് ഇന്ത്യക്കും ബ്രസീലിനുമാണ്. ഇറാനും അഫ്ഗാനും പാകിസ്ഥാനും വളരെ കുറഞ്ഞ നികുതിയാണ് ചുമത്തിയിരിക്കുന്നത്. 60% കയറ്റുമതിയെയും ഇത് ഈ രാജ്യങ്ങളെ ബാധിക്കും. ബംഗ്ലാദേശ്, ഫിലിപ്പീൻസ്, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്ന് വസ്ത്ര കയറ്റുമതിക്കാർ നേരിടേണ്ടത് കടുത്ത മത്സരമാണ്. അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുവെന്ന ഒറ്റ കാരണത്താലാണ് ട്രംപ് പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവച്ചിരിക്കുന്നത്. ഇതിന് നീതീകരിക്കാനാകില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ US-ന്റെ തീരുവ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഇരയായി മാറുക ഇന്ത്യയും ബ്രസീലുമാണ്. ഏറ്റവും കൂടുതൽ നികുതി ചുമത്തിയിരിക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങൾക്കുമാണ്. 50% നികുതി. സിറിയയ്ക്ക് 41%, ലവാസിനും മ്യാൻമറിനും 40%, സ്വിറ്റ്സർലൻഡിനും 39%, കാനഡ, ഇറാഖ്, സെർബിയ എന്നിവയ്ക്ക് 35%, അൾജീരിയ, ബോസ്നിയ, ലിബി, സൗത്ത് ആഫ്രിക്ക എന്നിവയ്ക്ക് 30%, മെക്സിക്കോ, ബ്രൂണൈ, കസാക്കിസ്ഥാൻ, മോൾഡോവ, ടുണീഷ്യ എന്നിവയ്ക്ക് 25%, ബംഗ്ലാദേശ്, ശ്രീലങ്ക, തായ്വാൻ, വിയറ്റ്നാം എന്നിവയ്ക്ക് 20%, കംബോഡിയ, ഇന്തോനേഷ്യ, മലേഷ്യ, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, തായ്ലൻഡ് എന്നിവയ്ക്ക് 19% നികുതിയും ചുമത്തി. നിലവിൽ ബ്രിട്ടനാണ് ഏറ്റവും കുറഞ്ഞ നികുതിയുള്ളത്, അതായത് 10%. സ്റ്റീൽ, അലുമിനിയം, സെമി കണ്ടെയ്നറുകൾ, മരുന്നുകൾ, ഓട്ടോമൊബൈൽ മേഖലകളെ തീരുവയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോഴും ഇന്ത്യയുടെ $91 ബില്യൺ കയറ്റുമതിയിൽ $65 ബില്യൺ കയറ്റുമതിയും ഇത് തിരിച്ചടിയാകും. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, വിയറ്റ്നാം, ഫിലിപ്പീൻസ് എന്നിവയുമായി ടെക്സ്റ്റൈൽസ് രംഗത്താണ് ഏറ്റവും കൂടുതൽ മത്സരമുള്ളത്. ഇന്ത്യ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും തീരുവ കുറവാണ്. വസ്ത്രങ്ങൾ, ഹോം ഫർണിഷിംഗ് എന്നിവയടക്കം നിരവധി പേർ ജോലി ചെയ്യുന്ന മേഖലയ്ക്ക് വൻ തിരിച്ചടിയാണ് പ്രതീക്ഷിക്കുന്നത്. സിന്തറ്റിക് ഡയമണ്ട്, ജീരകം എന്നിവയിൽ ഇന്ത്യക്ക് മേൽക്കൈയുണ്ട്. ബാക്കിയുള്ളവയെല്ലാം കടുത്ത മത്സരം നേരിടേണ്ടി വരും എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്.